എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നപ്പോൾ ഞാനിവിടെ ഉണ്ടാകാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും നമുക്ക് ഐസ്ഡ് ലെമൺ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഞാനിവിടെ ഒരു സോസ് പാനിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഐസ്ഡ് ലെമൺ ടീക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ നാരങ്ങയുടെ നമ്മുടെ ലെമണിൻ്റെ തൊലി നല്ലവണ്ണം ഫീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എത്രമാത്രം പഞ്ചസാര വേണോ അത്രയും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഐസ്ഡ് ടീ ആവുമ്പോൾ മധുരം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് നല്ലപോലെ പഞ്ചസാരയുടെ പാനിയായിട്ട് എടുക്കുക. അതിനകത്തേക്ക് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര പാനിയായി വരുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ചായ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് ചായ റെഡിയാക്കിയിരുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് നല്ലപോലെ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച നാരങ്ങയുടെ തൊലിയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പഞ്ചസാര പാനിയാക്കി എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാണ്. നമ്മൾ നാരങ്ങയുടെ തൊലി ഇട്ടിട്ട് നമ്മൾ പഞ്ചസാര പാനി കാച്ചി എടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ആ ലെമണിന്റെ ആ ഒരു ഫ്ലേവർ നല്ലപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒരു 5-6 ലെമണിന്റെ തൊലി കളഞ്ഞതാണ്, ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഐസ്ഡ് ലെമൺ ടീ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഐസ്ഡ് ലെമൺ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്.